അപ്പോൾ നമസ്കാരം. ഞാൻ തുടങ്ങാൻ പറഞ്ഞപ്പോൾ മിണ്ടാതെ എന്നെ നോക്കിയിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഫാമിലി ഷോയുടെ ഒരു പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിനു മുന്നിലേക്കും ഈദ് മുബാറക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു വലിയ ഇതും അങ്ങനെ തന്നെയാണല്ലോ, ഒരു വലിയ ബലിപെരുന്നാൾ ആശംസിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ ഇനിയുള്ള കാലങ്ങളിൽ ആശംസിക്കും. അപ്പോൾ അപ്പൊ ഇതിന്റെ ഹോളിഡേസിലാണ് എല്ലാവരും ആഘോഷങ്ങളുടെ ഇടയിലായിരിക്കും. ഇനി ആഘോഷമൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളായിരിക്കും. അപ്പോൾ ആ ദിവസം എന്തായാലും ഫാമിലീസ് ഒക്കെ ഒരുമിച്ചിരുന്ന് കൂടുന്ന ഒരു ദിവസമായിരിക്കും. അപ്പൊ ആ ദിവസത്തിന് നമുക്ക് ഫസ്റ്റ് കോൾ എടുക്കാം. ഹലോ 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 ഋതു. ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. വന്നോ? ഇത്തിരി കൂടെ സൗണ്ട് വരൂ വിഷ്ണുട്ടാ, സൗണ്ട് ഇത്തിരി കുറവ് പോലെ. ഓക്കെ, എപ്പ എത്തി? ഇന്നലെ എത്തി. ആ അടിപൊളി. ദേവിക ചേച്ചി, ദേവിക ചേച്ചി. എനിക്ക് തോന്നുന്നു വിശേഷം വന്നിട്ട് വിളിച്ചിട്ടുണ്ടാവില്ലേ? നമ്മൾ സംസാരിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ഉണ്ടോ? ഉണ്ടത്രേ. ഞാൻ 3 ആഴ്ച മറന്നുപോയോ? എന്താ അറിയോ, ആള് നാട്ടിൽ പോയിട്ട് വന്നാ കുറച്ച് ഗ്യാപ്പ് ആയിട്ടുണ്ടാവും. അത് കാരണം അല്ലേ? അത് കാരണമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി. എങ്ങനെയുണ്ടായി നാട്ടിൽ പോയിട്ട്? വെക്കേഷൻ എങ്ങനെയുണ്ടായി? എവിടെയൊക്കെ പോയി കറങ്ങാൻ? എവിടെയൊക്കെ പോയി? ഫുൾ വീട്ടിൽ തന്നെ. മഴയും കണ്ടുകൊണ്ട് വീട്ടിലിരുന്നു അല്ലേ? നല്ല മഴയാണല്ലോ അല്ലേ? കോരിച്ചൊരുന്ന മഴ. അപ്പൊ അവിടുന്ന് ആ മഴ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ എന്ത് തോന്നി? എന്റെ പൊന്നേ, എന്നാലും എയർപോർട്ടിൽ നിന്ന് നമ്മള് ലഗേജ് ഒക്കെ എടുത്ത് പുറത്ത് എൻട്രി ആവുമല്ലോ. രാത്രിയാണ്. അപ്പൊ എത്ര ദിവസം നാട്ടിലുണ്ടായി? 3 ആഴ്ച അല്ലേ? ഓക്കെ, അപ്പൊ നമ്മളെപ്പോഴോ സംസാരിച്ചിട്ടുണ്ടാവാം. അതെ, 2-3 ആഴ്ച ആയിട്ടുള്ളൂ. അതിന് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ സംസാരിച്ച ആളെ ഓർമ്മയില്ലാത്ത ആളാണ് ഈ ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞ കാര്യമുണ്ട്. അപ്പൊ തിരിച്ചെത്തി അല്ലേ? ഇന്ന് വൈകുന്നേരത്തെ ഓമൈബ്രയിലാണ് എനിക്ക് കാണുന്നത്. അയ്യോ ഇന്നില്ലല്ലോ, നാളെ വരെ. ഇന്നില്ല, നാളെയാണ്. അയ്യോ, അപ്പൊ പൂർവാധികം ശക്തിയോടെ വീണ്ടും തിരിച്ചെത്തി. അപ്പൊ എന്നും വിളിച്ചോളൂ, നമുക്ക് സംസാരിക്കാം. അതെ, അത് പറയണ്ടല്ലോ ഇനിയിപ്പോ അല്ലേ? വന്നിട്ട് എങ്ങനെയുണ്ട്? ഇനി ഒന്നേന്ന് തുടങ്ങണോ? വീടൊക്കെ വെച്ചിട്ട് പോയ പോലെ ഉണ്ടോ? ഉണ്ട് അല്ലേ? പണി ഉണ്ടാവും. ഗ്യാപ്പിട്ട് വന്ന പണി ഉണ്ടാവും, ഒതുക്കാനും പിടിക്കാനൊക്കെ അല്ലേ? അതാണ്. ഓക്കെ, വരുമ്പോ കരഞ്ഞോ? നാട്ടിൽ നിന്ന് വരുമ്പോ കരഞ്ഞോ? അതൊക്കെ എനിക്ക് ഇവിടെ ഒരാൾ കരഞ്ഞ് തകർത്തിട്ടാണ് വരാറ്. അതെ, ഉള്ള സ്ഥിരമാണ്. നമുക്ക് അങ്ങനെയൊന്നുമില്ല അല്ലേ? ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പോയി തോന്നുമ്പോ കുറച്ച് ദിവസം അങ്ങ് പോവാ അല്ലേ? അതേ ഇങ്ങോട്ട് വരിക. അതെ, ഓക്കെ. അപ്പൊ ഫുഡൊക്കെ ആയോ? അല്ലെങ്കിൽ ഇന്ന് വാങ്ങിക്കുവാണോ? എങ്ങനെയാ? വാങ്ങിക്കാണ്. നമ്മളൊന്ന് അറേഞ്ച് ആയി വരണം അല്ലേ? വന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ ഒന്ന് സെറ്റിൽ ആയി വരണല്ലോ അല്ലേ? അതെ, പിന്നെ അതുമല്ല ഇതല്ലേ, അപ്പൊ നമുക്ക് അടിപൊളി. എന്താ ഇന്ന് ഓർഡർ ചെയ്ത? ബിരിയാണി വല്ലോണോ? ബിരിയാണി. ഇന്നല്ല ഇത് നമ്മൾ ബിരിയാണി കഴിക്കണം. അടിപൊളി. ആണോ? എന്ത് ബിരിയാണി? ചിക്കൻ ആണോ, മട്ടൺ ആണോ, ബീഫാണോ? എന്താണ് ഓർഡർ ചെയ്തത്? ആണോ? നമുക്കും ബിരിയാണി കഴിക്കുന്ന ആഗ്രഹം തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് കഴിക്കുന്നത് സജഷൻ എടുത്താണ്. അതെ, ഏത് കഴിക്കണം എന്ന്. ശരി, എന്തായാലും അടിപൊളി. ചേച്ചി തിരിച്ചെത്തിയ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ എന്തും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഗെയിം എന്താ അറിയോ? ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ആണ്. ഫോട്ടോ കണ്ടിട്ട് ആരാ കണ്ടുപിടിക്കാം. സിമ്പിൾ ആണ്. എനിക്ക് തന്നെ മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഫോട്ടോ വരട്ടെ. അതെ, വരട്ടെ. പോന്നോട്ടെ. മനസ്സിലാവും. ഇത് മനസ്സിലാവും അല്ലേ? ചായ ഉണ്ട്. വന്നോ? ആരാണ് ഞാൻ? മലയാളത്തിലുള്ള ഒരു നടനാണ്. വന്നല്ലോ അല്ലേ? ഇമേജ് വന്നല്ലോ അല്ലേ? അല്ല, അത് വേണമെങ്കിൽ ചായ പറയാം. ഇപ്പൊ ഒരുപാട് ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഒരു നടനാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ഇപ്പൊ കോമഡി ചെയ്യുന്ന ഒരു നടനാണ്. കോമഡി ഒക്കെ ചെയ്യുന്ന നടനാ. ശരിയാ. പിന്നെ ലീഡ് റോളിൽ മൂവീസും വന്നിട്ടുണ്ട്. ലീഡ് റോൾസ് ഉണ്ട് കൂടുതലും. സൈജു കുറുപ്പാണ് കേട്ടോ. എങ്ങനെ മനസ്സിലായി? ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ അതോടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പറാണ് സൈജു കുറുപ്പ് അല്ലേ? നാച്ചുറൽ ആക്ടിങ് ആണല്ലോ. ആള് കോമഡിയാണ്. ഫസ്റ്റ് വന്ന സമയത്ത് കുറച്ച് റഫ് നെഗറ്റീവ് റോളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പൊ ഫുൾ കോമഡിയിലേക്ക് മാറി. അന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു. മയൂരത്തിൽ കൂടെ വന്ന നമ്മുടെ സൈജു കുറുപ്പ്. അതെ,
അപ്പൊ എന്തായാലും അപ്പൊ ഞാൻ അടുത്ത ദിവസം കാണാം. ഓക്കെ, അടുത്ത ദിവസം അടുത്ത ദിവസം നാളെയാണേ. നാളെ വീണ്ടും സംസാരിക്കാം അല്ലേ? അതുണ്ടോ? ഓക്കെ, അപ്പൊ നടക്കട്ടെ. അപ്പൊ ഇത് വിശേഷം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇതിന് നമുക്ക് കുറെ ആൾക്കാർ വെക്കേഷൻ നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കും ആൾ വന്നു അല്ലേ? അതാണ് പോയവരൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതില് ഫാമിലിയുടെ കൂടെ ഇരുന്ന് TV കാണുമ്പോൾ ഇന്ന് ആദ്യമായിട്ട് കാണാണ് ഈ ഷോ എങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതുപോലെ ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഐഡന്റിഫൈ ചെയ്യാൻ ആരാണെന്നുള്ളത്. അത്രേ ഉള്ളൂ ഇന്നത്തെ ഗെയിമിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട. ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ സിനിമയിലും കാണുന്ന നടൻ തന്നെ ആയിരിക്കും. യെസ്, ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മേഘന മോളു. എന്തോ ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഓക്കെ, എന്താണ് പറയൂ, എന്താണ് സ്പെഷ്യൽ ഇന്നത്തെ ഇതിന്? സ്പെഷ്യൽ ഒന്നുമില്ല. ഒന്നുമില്ല. അച്ഛൻ വന്നോ? അച്ഛൻ വീട്ടിലുണ്ടാവല്ലോ അല്ലേ? അച്ഛൻ വീട്ടിലുണ്ട്. ഓക്കെ. അച്ഛന് 4 days പോകണ്ടല്ലോ. ആണോ? അല്ല, ഇന്നലെ പോയി. ഇന്നലെ പോയോ? ഇന്നലെ കിട്ടിയില്ല, ആളെ കിട്ടിയില്ല. ശരി, ഓക്കെ. ഇനിയിപ്പോ സൺഡേ ഇല്ല, മൺഡേ പോണോ? മൺഡേ പോണം. മൺഡേ പോണം. ഓക്കെ, ശരി. അപ്പൊ ഇന്നും നാളെ ഉണ്ട് വീട്ടിലല്ലേ? മൺഡേ പോകണ്ട. മൺഡേ പോകണ്ട. ഓക്കെ, അതിപ്പോഴാണ് മേഘന അറിഞ്ഞത്. അതാണ്. ശരി, ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇനി 3 ദിവസം അച്ഛൻ എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പൊ ഇഷ്ടമുള്ളപ്പോ ഫുഡ് കഴിച്ചാൽ മതി അല്ലേ? വേഗം തിരക്കിട്ട് കഴിച്ച് പാട്ടൊക്കെ പാടി ഓടണം. അല്ലെങ്കിൽ എവിടെയാണ്? എന്തെങ്കിലും കറങ്ങാൻ പോകുന്നുണ്ടോ? വൈകുന്നേരം ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ടോ? ഇന്നലെ പോയി. ഇന്നലെ പോയി. ഓക്കെ. ഓക്കെ, ഇന്ന് ബിരിയാണിയാണോ? അല്ല, ചോറ് തന്നെ. പക്ഷെ സ്പെഷ്യൽ ഒന്നുമില്ല. ചോറും കറിയും പപ്പടം അച്ചാറ് അല്ലേ? ആണോ? അങ്ങനെയൊക്കെയാണ്. ശരി, ശരി, ഓക്കെ. അപ്പൊ മോള് മീൻകറി ഉണ്ട്. ഓക്കെ, അടിപൊളി അടിപൊളി. വെറൈറ്റി ആണ് നമ്മള് അല്ലേ? മോള് നമുക്കൊരു ഫോട്ടോ കാണിച്ചാൽ നമ്മള് പറയില്ല അത് ഏതാ നടനെന്ന് പറയില്ലേ? പറയും. അപ്പൊ ഫോട്ടോ ഇപ്പൊ കാണിച്ചേ നോക്കാലോ. പറയും എന്നാണ് ഉത്തരം. അതാണ്, പിന്നെന്താ? അല്ലാണ്ട് നോക്കാന്നല്ല. ഓക്കെ, ഇതാരാണ്? കൈയൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. ഇതാരാന്ന് പറയണേ. വന്നോ? ആരുടെങ്കിലും ചായ പോകുന്നുണ്ടോ? ഒന്ന് സൂം ചെയ്ത് നോക്കിയാലോ? വന്നോ? ഇമേജ് വന്നല്ലോ. അപ്പൊ പറഞ്ഞോളൂ ഇതാരാണെന്ന്. നോക്കിക്കോ. ഹീറോ ആയിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരു മസിൽ മാനാണ് മലയാളത്തിന്റെ. മതി, അത് തന്നെ വലിയ ക്ലൂ. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പറഞ്ഞോളൂ. അത് തന്നെ പറഞ്ഞോ. ബാക്കിൽ കേക്കണ്ടല്ലോ. ഉണ്ണിമുകുന്ദനാണല്ലോ. ആണ് കേട്ടോ. ആണ്, ഉണ്ണിമുകുന്ദനാണ് കേട്ടോ. അച്ഛൻ പറഞ്ഞാണല്ലേ? ഓക്കെ. അപ്പൊ മോൾക്ക് എന്ത് പറ്റി? മോൾക്ക് ആരാന്ന് കരുതിയത് മോള്? ഉണ്ണിമുകുന്ദന്റെ പേര് കേട്ടിട്ടില്ല അല്ലേ? ആണല്ലോ. ഓക്കെ ഓക്കെ, അതുകൊണ്ടാണല്ലേ. ആളെ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പൊ കണ്ട ഫോട്ടോയില്. സിനിമയിൽ കണ്ടിട്ടുണ്ട്. പേരറിയില്ല. അത് കുഴപ്പമില്ല. നല്ല ഒരു ചേട്ടനാ അല്ലേ? പിന്നെ സുന്ദരനാണ്. സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമാണ്. അതാണ്. അപ്പൊ മോള് ഇന്ന് ആരാണ് പാട്ട് പാടി തരുന്നത്? അച്ഛനാണല്ലേ? ഓക്കെ. അപ്പൊ അച്ഛന് ഫോൺ കൊടുക്കോ? ഹലോ, ഈദ് മുബാറക് മഹേഷ് ഭായ്. എന്താണ് ഇതൊക്കെയാണ് പരിപാടി അവിടെ? എന്താണ് ഇവിടെ നമ്മൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി കഴിക്കാൻ കരുതി. അതാണ് നമ്മുടെ പരിപാടി. നിങ്ങളുടെ ലഞ്ച് കഴിഞ്ഞോ? കഴിച്ചു അല്ലേ? കഴിഞ്ഞു. ചോറും മീൻകറിയും. അതാണ് ഇന്ന് നാടൻ പിടിച്ചു അല്ലേ? ഇന്ന് എല്ലാരും ബിരിയാണി പിടിക്കും. മഹേഷ് ഭായ് നാടൻ പിടിച്ചു. നമ്മള് മാറി തിരിഞ്ഞും പറഞ്ഞൊക്കെ നോക്കാം. ട്രൈ ചെയ്യണം അല്ലേ? വെറൈറ്റി നോക്കട്ടെ അല്ലേ? തീർച്ചയായിട്ടും. അതാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും നാളെ എല്ലാവരും കൂടി ഉണ്ടാവല്ലോ അല്ലേ? നിങ്ങൾക്ക് നാളെയാണ് ആ ദിവസം അല്ലേ? പാട്ടിന്റെ റിഹേഴ്സലാണോ? റിഹേഴ്സലൊക്കെ കഴിഞ്ഞോ? പാട്ട് റിഹേഴ്സലൊക്കെ കഴിഞ്ഞോ? ഒന്നുമില്ല. അപ്പൊ തോന്നുന്നു കയ്യിൽ നിന്ന് ഇട്ടങ്ങ് പാടും അല്ലേ? പാട്ടുകാർക്ക് എന്തിനാല്ലേ? അതാണ്, സ്പോട്ട് സിംഗർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ മഹേഷ് ഭായ് നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് പാടിത്തരുന്നത്? ഇന്നത്തെ പാട്ട് പാടട്ടെ? പിന്നെന്താ, പാടിക്കോ, കേക്കട്ടെ. വെള്ളക്കല്ലിൻ ചില്ലും തുടർന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്തി പോരാത്തു മാവേ മാവാച്ചി,
കുന്നിക്കുരു കുത്തി നുള്ളി പറിച്ചിട്ടു തിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിരാവിന്റെ തോളത്തെടുക്കുന്ന തങ്കക്കലമാല കൊണ്ടെത്തരാം. കിങ്ങിണി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. ഹലോ സൂപ്പർ. ഹലോ, നമ്മൾ അടുത്തും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നന്നായിട്ട് ഭയങ്കര സന്തോഷം, നന്നായി പാടി, സന്തോഷായി. അപ്പൊ എല്ലാരും ബിരിയാണിയെല്ലാം കഴിക്കട്ടോ. ഓ താങ്ക് യു. അപ്പോ എല്ലായിടത്തും ഈ മുബാറക്ക് പറയണേ. ഓ ഷുവർ എല്ലാരും കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സന്തോഷം. ബൈ. നല്ല നല്ല പാട്ടുകാർ തന്നെ വേണമെന്നൊന്നുമില്ല. ഗെയിം അതാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ഫേസസ് നിങ്ങൾ കാണുന്നുണ്ടാവും. നമ്മുടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലൊക്കെ കാണുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഫുൾ നിറഞ്ഞാടുന്നവരുടെ ചെറിയ കുട്ടിക്കാലത്തെ ഫോട്ടോ. ഹലോ, ആ ടിവിയുടെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ടിവിയുടെ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യോ? ചെയ്തോ? സ്പീക്കർ ഓഫ് ചെയ്തു ഫോണിന്റെ? ചെയ്തു. അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്തോ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ പറയൂ. അല്ല, ഞാൻ ആളെ അന്വേഷിക്കുക. ആളെ അറിയോ? ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. പക്ഷെ നമുക്ക് കേൾക്കാന്നില്ല ക്ലാരിറ്റി. അതുകൊണ്ടാണ് പറഞ്ഞത് ടിവിയുടെ ഓഡിയോ മ്യൂട്ട് ചെയ്ത് ഫോണിന്റെ സ്പീക്കർ ഓഫ് ചെയ്താൽ നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ സംസാരിക്കാം. സ്പീക്കർ ഓഫ് ചെയ്തോ? അപ്പൊ നമുക്ക് ഒരു, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് തന്നെ എക്കോ കേൾക്കുന്നുണ്ട്. ചെയ്തു. ഓക്കെ, നല്ല കുട്ടി. അപ്പൊ ഇതാരാണ് ഈ നല്ല കുട്ടി? ആരാണ്? ഹലോ പറഞ്ഞോളൂ. അല്ല, നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും പറയുന്നില്ലല്ലോ. പേര് പറയോ? സുഹൈൽ. ഓക്കെ, സുഹൈലാണ് അല്ലേ? സുഹൈൽ എവിടെ നിന്ന് വിളിക്കുന്നത്? സുഹൈൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഷാർജയിൽ. ഓക്കെ. അപ്പൊ ഈദ് മുബാറക് സുഹൈൽ. എന്താണ് പരിപാടി ഇന്ന് ഈദിനായിട്ട്? എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പൊ കഴിച്ചു കഴിഞ്ഞു? കഴിക്കാം. അപ്പൊ നമ്മൾ സംസാരിച്ചിട്ട് കഴിക്കാൻ തരുത് അല്ലേ? സുഹൈൽ മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഓ, അതാണ് അവിടുത്തെ സൗണ്ട് ഒക്കെ അതാണല്ലേ, ഒരു ആരവുണ്ട് അവിടെ. ആദ്യം ഫസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്ത ആരാ? സുഹൈൽ ആദ്യം പാട്ട് മോളാണ് ഫോൺ അറ്റൻഡ് ചെയ്തല്ലേ? ചെറുതായിട്ട് മതി. ഏതായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് ഫസ്റ്റ് പാട്ട് കേൾക്കാം, എന്നിട്ട് ഗെയിമിലേക്ക് പോവാം അല്ലേ? പാട്ട് മാറിയോ മോളൂ? അതാണ്, നമുക്കറിയാം. മതി, നമുക്ക് സന്തോഷമായി. അവളുടെ മോൾക്കൊരു ഇഷ്ടമാണല്ലോ പാട്ട് പാടും. അപ്പൊ നമ്മളത് സന്തോഷമായി കേട്ടു. ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട് സുഹൈൽ? വീട്ടിൽ ഇവിടെ പിന്നെ പാപ്പാടെ അനിയന്റെ മക്കൾ, ചേട്ടന്റെ മക്കൾ. ഓക്കെ. അപ്പൊ ഈദായിട്ട് വന്നതാണോ എല്ലാരും? ഓക്കെ. അപ്പൊ എല്ലാരും ഗ്രൂപ്പായിട്ട് അടിച്ചു പൊളിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അതിനിടെ ചെറിയൊരു ഗെയിം നോക്കിയാലോ? ഒരു ഇമേജ് വരും, അത് ആരാണെന്ന് പറയണം. ഒരു ഫോട്ടോ കാണിച്ചാൽ. കണ്ടു നോക്കുക കേട്ടോ, ആളെ മനസ്സിലാവോ നോക്കാം. മനസ്സിലാവേണ്ടതാണ്, കുഴപ്പമില്ല, കാണുമ്പോ മനസ്സിലാവും. എത്തിയോ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ.
ഇതാരാ ഇതാരാ ആരാണ്? ക്ലൂ ഇന്നത്തെ മലയാള സിനിമയിലെ സ്റ്റാറാണ്, ഇന്നത്തെ മെയിൻ സ്റ്റാറാണ്, യൂത്തിലെ മെയിൻ സ്റ്റാറാണ്. ആലപ്പുഴയാണ്, അതാണ് അതാണ് നല്ല ചായ ഉണ്ടല്ലേ? അതാണ്. സുഹൈൽ ആലപ്പുഴയാണോ? ആൾക്കാരാണ്. ഓക്കെ, അതുകൊണ്ട് ആലപ്പുഴയാണോ ആ വഴി അങ്ങ് പിടിച്ചതല്ലേ? വീട്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചെറുപ്പത്തിലെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വേറെ ഡൗട്ടിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ നാട്ടുകാരനാണെങ്കിൽ? ഉറപ്പിച്ചതാണ്. കറക്റ്റ് ആട്ടോ. കറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ലാസ്റ്റ് അറിയാം? 2:30 നോക്കണം കേട്ടോ. ഈ ഷോ ഫുൾ കണ്ടിട്ട് ഇതിന്റെ ലാസ്റ്റ് ഷോ വൈൻഡപ്പ് നമ്മള് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യും. അപ്പൊ ഷോ ഫുൾ ആയിട്ട് കാണണം. എല്ലാ ദിവസവും വിളിക്കാം, നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെയുള്ള എല്ലാവരും ഈദ് മുബാറക്ക് പറഞ്ഞോളൂ. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ മോളു ഫാത്തിമ, താങ്ക് യു. ശരി, ഓക്കെ. അപ്പൊ കൊച്ച് കണ്ണാന്തുമ്പി തന്നെ പാടി. പിന്നെ അവിടെ ചെറിയൊരു ഡൈവേർട്ട് പിള്ളേരുടെ അവരുടെ ഒരു എന്താ പറയാ ട്രേഡ് മാർക്കാണ് ആ പാട്ട്. അപ്പൊ എന്തായാലും അത് ആ രണ്ടുപേര് പാടിയിട്ട് പിന്നെ വേറെ ഏതോ രണ്ടുപേരിലേക്ക് പാടി. ചിലപ്പോ ആ പാട്ട് തന്നെയാ ഉദ്ദേശിച്ചത്. കൊച്ചിന് ഏതോ വരി കിട്ടിയ പോലെയൊക്കെ ആള് പാടിയതാണ്. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പിള്ളേരാണെങ്കിലും വിളിച്ചോളൂ. ആ നിങ്ങക്ക് ഫുൾ ഫാമിലി ഇന്ന് കൂടുതലും എല്ലാ വീടുകളിലും കൂടിയെടുക്കും അല്ലേ? ഒരു കുടുംബ സംഗമം പോലെ. ഇതായിട്ട് ലീവായതുകൊണ്ട് അതെ ശരിയാണ്. എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. ചിലപ്പോ 4 ദിവസവും ഓഫ് ഉള്ള ഹോളിഡേസ് എല്ലാവർക്കും ഉണ്ടാവണില്ല. ഒരു ഇപ്പൊ എനിക്കൊന്ന് സാറ്റർഡേയും സൺഡേയും മിക്കവാറും ഉണ്ടാവും. സാറ്റർഡേ സൺഡേ പിന്നെ ഏതെങ്കിലും ഒരു ദിവസവും മിക്കവാറും കാണാൻ ചാൻസ് ഉണ്ട്. 4 ദിവസം ഉള്ളവര് കൂടുതൽ പേരുണ്ടാവും. എന്തായാലും ഷോ കാണാൻ നിങ്ങൾക്ക് ഇപ്പോഴേ പറ്റുന്നുണ്ടാവുള്ളൂ ചിലപ്പോ ഈ ഒരു ഉച്ച സമയത്തെ ഷോ ആയതുകൊണ്ട്. സോ മിസ് ചെയ്യാതെ കാണുമ്പോ വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കുന്ന തിരക്കിലേക്കായിരിക്കും ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ, മട്ടൺ, ബീഫ്. അവിടെ ഇപ്പൊ പറഞ്ഞല്ലോ ഗീ റൈസും ഇതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് പോയി കഴിക്കാൻ തോന്നിയല്ലേ? പറയുമ്പോ നമുക്കൊരു വിശപ്പ് വരും, അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും ചൈൽഡ്ഹുഡ് ഫോട്ടോസ് ഐഡന്റിഫൈ ചെയ്യുക. ലീഡായിട്ട് നിൽക്കുന്ന നമുക്ക് അറിയുന്ന ആൾക്കാരെ മാത്രമാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നടനാവാം, നടിയാവാം, കാണുമ്പോൾ മനസ്സിലാവുന്ന ആളെ എന്തായാലും എടുത്തിട്ടുള്ളൂ. സോ ക്ലൂ ഒക്കെ നമ്മൾ ഇങ്ങനെ തരുന്നുണ്ടാവും. ഹലോ 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 ഓക്കെ, പേരെന്താണ്? അമീർ ഷാ. അമീർ ഷാ. ഓക്കെ, നല്ല പേര്. അമീർ ഷാ ആദ്യമായിട്ട് വിളിക്കാണല്ലേ? ഫസ്റ്റ് വിളിക്കാണ് അമീർ ഷാ. ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായ് റാഷിദിയ. ദുബായ് റാഷിദിയ. ഓക്കെ, അപ്പൊ ഇന്ന് എന്താണ് ഈദ് മുബാറക്കായിട്ട് എന്താ പരിപാടി? ഈദ് മുബാറക്കായിട്ട് എന്താ, നന്നായിട്ട് കപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതടിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങണം. ആണല്ലേ? ഓക്കെ ഓക്കെ. ഫാമിലി ഉണ്ടോ കൂടെ? ഇല്ല, ഫാമിലി കഴിഞ്ഞ ലാസ്റ്റ് മന്ത് നാട്ടിൽ പോയി. ഓക്കെ, അപ്പൊ റൂമിലൊക്കെ ഫ്രണ്ട്സ് ആണ് കൂടെ ഉള്ളത്? ആണ്, എല്ലാരും ഫ്രണ്ട്സ് ആണുള്ളത്. അപ്പൊ ഫുഡ് കഴിച്ചോ? റൂമിലുള്ളത്. ഫുഡ് കഴിച്ചോ? അപ്പോ ഇല്ല, ഞങ്ങൾ കഴിക്കാൻ നിൽക്കാന്ന്. ആ സമയത്താണ് ജസ്റ്റ് ലാസ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്താണ്. അപ്പൊ എന്നും ട്രൈ ചെയ്തോളൂ, നമുക്ക് എന്നും സംസാരിക്കാം. പറയൂ. എന്നും ട്രൈ ചെയ്തോളൂ, നമുക്ക് എന്നും സംസാരിക്കാം, ഫ്രീ ഉള്ള സമയമാണെങ്കിൽ. ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കൂടിയുള്ള കുക്കിംഗ് ആയിരുന്നല്ലേ? അതെ അതെ, അടിപൊളി, കൊള്ളാം. ഓക്കെ, എന്താണ് സ്പെഷ്യൽ ആക്കിയത് അപ്പോ? കബ്സ. ഇനിയിപ്പോ കഴിച്ചാ മതി. അവിടെ ആരാണ് അവിടെ ഇന്റർനാഷണൽ ഷെഫ് ഉള്ളതാരാ? നമ്മള് കറക്റ്റായിട്ട് ദമ്മൊക്കെ നാട്ടിലെ സ്റ്റൈലില് കനലൊന്നും ഇടാൻ പറ്റിയില്ല. നമ്മള് സെറ്റായിട്ട് ദമ്മൊക്കെ നമ്മളിവിടുത്തെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഗംഭീരാക്കിയിട്ടുണ്ട് അല്ലേ? കൊള്ളാം കൊള്ളാം. ശരി, അപ്പൊ നാട്ടിലേക്ക് വിളിച്ച് സംസാരിച്ചല്ലോ അല്ലേ? ഈദ് ആശംസകളൊക്കെ പറഞ്ഞല്ലോ. നമ്മള് പള്ളി പോയി വന്നതിന് ശേഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി. ദമ്മ് പൊട്ടിക്കാൻ പോണുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ അത് പൊട്ടിക്കാൻ നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം അല്ലേ? ഓക്കെ ഓക്കെ, നോക്കാം. അപ്പൊ നമുക്കൊരു ഇമേജ് വരും, അത് ആരാന്ന് കണ്ടുപിടിക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടിവിയുടെ അടുത്തേക്ക് വെക്കാം. സൗണ്ട് വേണ്ട, ഇമേജ് കണ്ടോ? പക്ഷെ ചായ വെച്ച് പറയാൻ നല്ല ബുദ്ധിമുട്ട് കാണും ഇല്ലേ? വന്നോ? ശരിയാ, വന്നോ? ചേട്ടന്റെ ഫോട്ടോ പഴയതെടുത്തിട്ടാണോ? ഓക്കെ, ഇതിനെന്തായാലും ക്ലൂ വേണ്ടി വരും എനിക്ക് തോന്നുന്നു. ഇത് മനസ്സിലായോ ആരാണെന്ന്? ഇല്ല, മനസ്സിലായില്ല. കുറച്ച് വില്ലൻ അല്ല ഗുണ്ട സെറ്റപ്പിലൊക്കെ ആയിരുന്നു ആദ്യം ആക്ട് ചെയ്തോണ്ടിരുന്നത്. നമുക്ക് വന്നത് മലയാള ഇൻഡസ്ട്രിയിൽ വന്നത് നെഗറ്റീവ്, പക്ക നെഗറ്റീവ് ആയിട്ടായിരുന്നു. അതെ, പിന്നെ കുറെ ക്യാരക്ടർ റോൾ ചെയ്തു,
ഇപ്പം നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാൻ ഒരുപാട് കോമഡി ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ നടനായിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. മെയിൻ നടനായി, അതാണ് നായക നടനായിട്ട് ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ ആളുടെ മൂവിയാന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻ വരെ ഉണ്ട്. മലയാളത്തിലെ ഒരു വലിയ മലയാളിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടിയാണ് ഇദ്ദേഹത്തിന്റെ വൈഫ്. ഒരു ക്ലൂ കിട്ടുന്നില്ല കേട്ടോ. പിന്നെ പൊളിറ്റിക്കൽ സിനിമയില്ല, മലയാളത്തിൽ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ പൊളിറ്റിക്കൽ സിനിമ, ഒരു കോമഡി പൊളിറ്റിക്കൽ സിനിമ ഇപ്പം ഹിറ്റായിട്ടുണ്ട്. ഐ മീൻ കുറച്ച് നാളായി ഇറങ്ങിയിട്ട്. ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട്, വൈറ്റ് മുണ്ട്, വൈറ്റ് ഷർട്ടൊക്കെ ഇട്ട്, ഒരു കവർ ബാഗൊക്കെ കയ്യിൽ എടുത്തു വെച്ച് ഒരു രാഷ്ട്രീയക്കാരന്റെ എല്ലാ ചടുലതയും കൂടി അഭിനയിച്ച മലയാളത്തിലെ മെയിൻ നടനാണ്. എനിക്ക് അതൊക്കെ മെയിൻ മൂവി ആയിട്ട് പറയാം ആളുടെ. പിന്നെ അത് കഴിഞ്ഞ് പൃഥ്വിരാജിന്റെ കൂടെ ഒരു മൂവി റീസെന്റ് ഒരു 2-3-4 വർഷത്തിനുള്ളിൽ ഇറങ്ങിയത്. പൃഥ്വിരാജിന്റെ കൂടെ ഒരു ഗംഭീർ റോൾ ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുണ്ട്. റീസെന്റ് പൃഥ്വിരാജിന്റെ കൂടെ കിടിലൻ മൂവി ചെയ്തു. ക്യാരക്ടർ നെയിം വെച്ചിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ടോവിനോ അല്ല, പൃഥ്വിരാജിന്റെ കൂടെ പൃഥ്വിരാജിന്റെ അഗൈൻസ്റ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് റോളില് ഒരു ക്യാരക്ടർ നെയിം വെച്ചിട്ട് ഒരു മൂവി ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. സച്ചി ചെയ്ത മൂവി ഹിറ്റ് മൂവി. ആ മൂവി ഇപ്പൊ റീമേക്ക് ഒക്കെ എല്ലാ ലാംഗ്വേജിലേക്കൊക്കെ വന്നിരുന്നു, വേറെ ലാംഗ്വേജിലോട്ടൊക്കെ. നല്ല ബേസ് ഉള്ള ശബ്ദമാണ് ഇദ്ദേഹത്തിന്റെ. അതെ. പിന്നെന്താ വേറെ ക്ലൂ? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ നടനും ഈ വൈഫ് എന്ന് പറയുന്ന ആളും കൂടെ 2-3 മൂവീസ് ഒരുമിച്ച് ആക്ട് ചെയ്തിട്ടില്ല. കുറച്ച് സിനിമ ചെയ്തിട്ടുള്ളൂ. മലയാളത്തിലെ വലിയൊരു നടിയായിരുന്നു ഇതിന്റെ വൈഫ്. നടിയായിരുന്നു, ഇപ്പം ഇൻഡസ്ട്രിയിൽ പുറത്താണുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പോഴും സുപരിചിതയാണ് നടി. ഇവിടെ വേറെന്താ ക്ലൂ കൊടുക്ക? ഒരു മേനോൻ കുട്ടിയാണ്, ഒരു മേനോനാണ് ഈ നടൻ. മേനോനാണ് ഈ നടൻ, ഒരു മേനോനാണ്. സെക്കൻഡ് നെയിം അങ്ങനെയാ വരുന്നേ. അനൂപ് മേനോനല്ല, അത്ര അങ്ങ് സോഫ്റ്റ് ചോക്ലേറ്റ് മുഖയല്ല. ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നെഗറ്റീവ് റോളായിരുന്നു ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെ, ഇപ്പൊ നടനായിട്ടൊക്കെ നമുക്ക് റാംജി റോ സ്പീക്കിങ്ങിലൊക്കെ അല്ല, മാന്നാർ മത്തേ സ്പീക്കിംഗ് അല്ലേ, മാന്നാർ മത്തേ സ്പീക്കിങ്ങിലൊക്കെ എന്താണ് മേനോനാണ്. ശരിയാണ്, കാരണം എൻ്റർലി ഡിഫറെന്റ് ആണ് പുള്ളിയുടെ ഫേസ് ഇപ്പൊ ഉള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. മനസ്സിലായത് കുറെ മുന്നേ ഭയങ്കര ഡിഫറെന്റ് പുള്ളി. ബാക്കി ഇപ്പം ഉണ്ണി മുകുന്ദനായാലും ഫഹദ് ഫാസിലായാലും ഒരു ഫേസ് കട്ട് ഉണ്ട്. അതാണ് ഇപ്പം ബിജുവിന് തീരെ ഇല്ല. അതുകൊണ്ടാണ്. അപ്പൊ സന്തോഷം. അമിത്ഷാ അല്ലേ? അല്ല, മൻസൂർ ഷാ അല്ലേ? അമീർ ഷാ. അപ്പൊ നാളെ വിളിക്കുന്നു. അപ്പൊ നാളെ മറക്കാതെ പറയാം ആരാണെന്ന്. ഓ ഷുവർ ഷുവർ. എപ്പോഴായാലും 2:30 വരെ ടൈം ഉണ്ട്. എപ്പോഴായാലും വിളിച്ചാൽ മതി. ഓക്കെ, ഫ്രണ്ട്സിനോട് കണ്ടീഷൻ പറയുമ്പോ ദമ്മ് പൊട്ടിക്ക് ഓടിച്ചെന്ന് കഴിക്കാതായാലും. ഓക്കെ, ബൈ. ഈദ് മുബാറക് വൺസ് അഗൈൻ. ബൈ. നല്ല സുഖമാണല്ലേ നമ്മളെ റൂമിലൊക്കെ കൂട്ടുകാരായിട്ട് ഫ്രണ്ട്സൊക്കെ ഫുഡൊക്കെ കൊടുത്തല്ലോ. ക്ലൂ ഇഷ്ടംപോലെ കൊടുത്തു. പക്ഷെ നമുക്കെന്നറിയോ ഒരു ഐഡിയ ഇപ്പൊ മറ്റേ ഇതുപോലെ ഉത്തരറങ്ങി ക്ലൂ അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കേണ്ടി വരും ആരാണെന്നുള്ളത്. എന്തായാലും നമ്മൾ ഇഷ്ടംപോലെ ക്ലൂസ് തരുന്നുണ്ടാവട്ടെ. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ക്ലൂ വാരിക്കോരിത്തരും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും, എന്നിട്ട് നമ്മൾ പോകത്തുള്ളൂ. വെള്ളിമൂങ്ങ നമ്മൾ ഇത്ര നേരം ക്ലൂ കൊടുത്തോണ്ടിരുന്നു. വെള്ളിമൂങ്ങയൊക്കെ ശരിക്കും അയ്യപ്പനും കോശി. അതെ, അയ്യപ്പനും കോശി ഇപ്പൊ റീസെന്റ് പറഞ്ഞത് റീമേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഓക്കെ. ഹലോ പറഞ്ഞേ. എന്താ പരിപാടി? സുഖാണല്ലോ മോൾക്കല്ലേ? സുഖാണ്. ശരി, ഓക്കെ. അപ്പൊ ഈദ് മുബാറക്. ഈദ് മുബാറക്. അപ്പൊ എന്താണ് പ്ലാൻ? ഇന്നത്തെ പ്ലാൻ എന്താ? ഫീസ് എടുക്കാൻ പോയ മോള്. ഓക്കെ, മോള് 11th പോവാറായല്ലോ അല്ലേ? മറ്റന്നാളെ പോകുന്നല്ലേ? മോള് വല്ലാതെ മിസ്സാവും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പോയിട്ട് വരണം. നാട്ടിൽ അടിച്ചു പൊളിച്ചിട്ട്. ഓക്കെ, ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ഷോപ്പിംഗ് വേണ്ടി നമുക്ക് ലുലുവിൽ പോയാലോ? 7th മുതൽ 13th വരെ ഒരു വലിയ ബിഗ് ഓഫർ ലുലു കൊടുക്കുന്നുണ്ട്. ഇന്നലെ പോയി. അപ്പൊ മോൾക്ക് ഓഫർ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമ്മളെ ഇലക്ട്രോണിക്സ് ഐറ്റംസ്, ഡ്രസ്സ്, ഫാൻസി,
പിന്നെ മേക്കപ്പ് സെറ്റ്, മൊബൈല് ഒക്കെ എല്ലാത്തിനും ഫുൾ വമ്പർ ഡിസ്കൗണ്ട് ഉണ്ട്. 7 മുതൽ ബൈ 2 ഗെറ്റ് 1 ഓഫർ ഉണ്ട്. അപ്പോൾ 7 മുതൽ 13 വരെ ഉള്ളൂ. അപ്പോൾ മോള് പെട്ടെന്ന് തന്നെ പോയി വാങ്ങിച്ചോളൂ. വാങ്ങിക്കാത്ത സാധനം മിസ്സായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മോളോ. അപ്പോൾ ഗെയിം നോക്കാം നമുക്ക്. ഒരു ഗെയിം നോക്കാം നമുക്ക്. ഓക്കെ. അപ്പൊ സ്ക്രീനിൽ നോക്കിക്കോ, ഒരു കുഞ്ഞു ഫോട്ടോ വരും. ചെറിയ ആളുടെ ഫോട്ടോ വരും. ആരാ നോക്കാം നമുക്ക് കേട്ടോ. ആരേത്? ഓക്കെ, എത്തിയോ? ഇമേജ് വന്നോ? വരട്ടെ. ഓക്കെ, അപ്പൊ അമ്മയോട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞേ. കണ്ടിട്ട് ആരെങ്കിലും പോലെ ചായ ഉണ്ടോന്ന് ചോദിച്ചേ. ചായ കാച്ച പോലെ ഉണ്ടെന്ന് ചോദിച്ചേ. ചായ കാച്ചിക്കൊണ്ടുവന്നാലല്ലേ പറ്റൂ. ഒരു ക്ലൂ തരാലോ. ചോക്ലേറ്റ് ഹീറോ ആണ്. മലയാളികളുടെ ചോക്ലേറ്റ് ഹീറോ ആണ് ഈ സ്റ്റാർ. വന്നപ്പോഴും ചോക്ലേറ്റ്, ഇപ്പോഴും ചോക്ലേറ്റ്. അതാണല്ലോ ചോക്ലേറ്റ് ഹീറോ എന്ന് മനസ്സിലായി. ആരാണ് ഹെൽപ്പ് ചെയ്തത്? അമ്മയാണോ? അമ്മ ആണല്ലേ മോളു? കുഞ്ചാക്ക ബോബനാണ് കേട്ടോ. കുഞ്ചാക്ക ബോബനാണ്. നമുക്കിപ്പോ കാണാം ഫോട്ടോ. കുഞ്ചാക്ക ബോബനും പഴയ കുഞ്ചാക്കും നമ്മളെ ഫോട്ടോ എന്താണ് ഇപ്പൊ കാണാം. പക്ഷെ ഇതിലെവിടെ എനിക്കൊരു ചായ തോന്നുന്നില്ല കേട്ടോ. എങ്ങനെയല്ലേ ചേഞ്ചസ് വരുന്നേ? ഓക്കെ, എന്തായാലും ആ ക്ലൂ തന്നെ പെട്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായല്ലേ? അതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പൊ വന്ന ടൈമിലും ആൾ അടിപൊളിയായിരുന്നു അല്ലേ? ആ സമയത്ത് അയ്യോ എത്ര ഫാൻസ് ആയിരുന്നു അനിയത്തി പ്രാവിലൊക്കെ സൃഷ്ടിച്ചാണ് അല്ലേ? അമ്മയോട് ചോദിച്ചാൽ അറിയാം. എത്ര പ്രാവശ്യം ഫിലിം കണ്ടിട്ട് നമ്മളോട് ചോദിക്കാൻ അറിയാം. അതെ, എനിക്ക് ഇപ്പോഴും കാണാൻ ഇഷ്ടമുള്ള സിനിമ. അതും ഇപ്പൊ റീസെന്റ് ഒരു ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും വന്നപ്പോൾ ഇപ്പോഴാണെങ്കിലും വേറെ ലെവൽ വന്നു. പിന്നെ അതാണ്. യെസ്. അപ്പൊ മോളുടെ പാട്ടുണ്ടോ ഇന്ന്? പിന്നെ ഇന്നലെ പാട്ട് പഠിക്കുമ്പോൾ വിട്ടുപോയി മോളെ കുറിച്ച്. മോളെ കൊണ്ടല്ലേ? അപ്പൊ ഇന്ന് പാടിക്കോളൂ മോള്. നല്ലൊരു പാട്ട് പാടിക്കോളൂ. ഓക്കെ. പച്ചക്കറിക്കായ തട്ട് ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മമ്മുണ്ട് ചാഞ്ചാട്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മമ്മുണ്ട് ചാഞ്ചാട്. വെള്ളരി പിഞ്ചു പോലും ചുമ്മാ കള്ളക്കണ്ണീരൊഴുക്കി, തക്കാലും പപ്പാലും അച്ചിങ്ങ മുച്ചിങ്ങ പിച്ചിങ്ങയോടൊപ്പം പിച്ച നടന്ന ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മമ്മുണ്ട് ചാഞ്ചാട്. താങ്ക് യു. ഗുഡായി പാടി, നന്നായി പാടി കേട്ടോ. ഓക്കെ മോളു. അപ്പൊ നാളെ മോള് വിളിക്കണേ. പോകുന്നതിന് മുമ്പേ വരെ വിളിക്കണേ. ഓക്കെ, ബൈ മോളു. ബൈ. ഓക്കെ മോളു. ഇത് ഓക്കെ, ബൈ. ആരൊക്കെയോ 2-3 പേര് 11th 10th എന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഇപ്പൊ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ആരൊക്കെയോ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പൊ പോകുന്നത് ഈ 2 മാസത്തേക്ക് ഏതാ പ്രശ്നം? അതാണ് പ്രശ്നം. ഹലോ ഹലോ, ഈദ് മുബാറക്. അനീഷ് ഭായി ആണോ? എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഈദായിട്ട് എന്താ പരിപാടി? അതാണ് നമുക്ക് അറിയേണ്ടത്. നാളെയാണ്. നാളത്തേക്ക് ഇത് മാറ്റി വെച്ചു അല്ലേ? സൺഡേ കൂടെ അല്ലേ? അതാണ്, ശരിയാണ്. അപ്പൊ ഇന്ന് ഫുൾ ഫ്രീ ആണല്ലേ? അതാണ്. ഫുഡ് കഴിച്ചോ? അപ്പോ എന്തായാലും പൊളിച്ചു, അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാരും ഉണ്ടല്ലേ ഇപ്പൊ? കിച്ചണിലാണോ പകുതി ആൾക്കാര്? അപ്പൊ നമുക്ക് ഒരു ഗെയിം നോക്കിയാലോ? നോക്കട്ടെ, ഇമേജ് കണ്ടു നോക്കാം. ഇത് ചേട്ടനാണോ അനുജനാണെന്ന് പറഞ്ഞാൽ മതി. അതേ ഡൗട്ട് വരും. മനസ്സിലാവും. ആരാണ്? വന്നിട്ടില്ല. ഓക്കെ, ഇപ്പൊ വരും. തോന്നുന്നുണ്ടോ? ഉറപ്പിക്കട്ടെ? ഉറപ്പിക്കട്ടെ? ഓക്കെ, അപ്പൊ പിന്നെ ഉറപ്പിച്ചു. നല്ല ചായ ഉണ്ടല്ലേ? അത് മനസ്സിലാവും കേട്ടോ. വലിയ ക്ലൂ ഒന്നും വേണ്ടി വന്നില്ല. അതാണ്, ശരിയാണ്. ചായ പൃഥ്വിരാജ് കറക്റ്റ്. ശരിയാണ്, ശരിയാണ്. പക്ഷെ ഇന്ദ്രജിത്തിന് ഒരു ഫേസ് കട്ട് ഉണ്ട്. നല്ലപോലെ കട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോ ഇന്ദ്രജിത്തായിരിക്കും എന്ന് വിചാരിച്ചു. ശരിയാണ്. ഇപ്പൊ പക്ഷെ ഒരു ചായ ഇല്ലല്ലേ? ഇല്ല, ഫുൾ ഡിഫറെന്റ്. രണ്ടും എന്റെ ഡിഫറെന്റ്, 2 ഫേസും.
ഓക്കെ അപ്പൊ അനീഷ് ഭായി, അപ്പൊ നാളെ നമുക്ക് ഗംഭീരമായിട്ട് ഈദ് ആഘോഷിക്കാം. വിളിക്കാൻ മറക്കരുത്. ഈദായിട്ടൊരു പാട്ട് പാടുന്നുണ്ടോ? പാട്ട് പാടുന്നുണ്ടോ? പാടിക്കോളൂ. ഈദല്ലേ, നല്ല ദിവസമല്ലേ, പാടിക്കോളൂ. നല്ല ദിവസമല്ലെങ്കിൽ നമ്മൾ പാടിക്കും. പാടിക്കോളൂ. സ്വപ്നത്തിൽ നിന്നൊരാൾ ചോദിച്ചു, പ്രേമ സ്വർഗത്തിൽ കൂട്ടിനു പോരാമോ, രാഗത്തിൻ പൂമാല കോർക്കാമോ, നിന്റെ രാജകുമാരനു ചാർത്താമോ. സ്വപ്നത്തിൽ നിന്നൊരാൾ ചോദിച്ചു, പ്രേമ സ്വർഗത്തിൽ കൂട്ടിനു പോരാമോ, സങ്കൽപ്പഗംഗയിൽ നീരാടിക്കും തങ്കക്കിനാവിന്റെ പേരിറങ്ങി. നമ്മുടെ സുകുമാരന്റെ ഒരു സിനിമ, പഴയ മൂവിയാണ്. ഞാൻ ചോദിക്കാൻ വിചാരിക്കും ഏതാ മൂവി. എനിക്ക് അങ്ങോട്ട് ശരിക്കും സ്വപ്നത്തിൽ ചോദിച്ചു മറ്റുള്ളവർ ഇഷ്ടമുള്ള പാട്ടായിരുന്നു. നന്നായി പാടി. സുകുമാരൻ വിധുപാലി അല്ലേ? ഓക്കെ ഓക്കെ, പഴയ മൂവിയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അനീഷ് ഭായി, അപ്പൊ ഈദ് മുബാറക്. അടിച്ചു പൊളിക്കൂ. നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ, ബൈ. എല്ലാവരോടും പറഞ്ഞേക്കും. ബൈ. ഓക്കെ. അപ്പൊ നമുക്ക് ഏട്ടനായിരുന്നു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് പറഞ്ഞു അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഷംസാണോ? അല്ല, ഞാൻ ഇഹ്സാൻ. പേര് പറഞ്ഞേ? ഇഹ്സാൻ. ഇഹ്സാൻ. ഇസാൻ. ഇസാൻ മുമ്പ് വിളിച്ചിട്ടുണ്ട് അല്ലേ? എന്താ മോനു ഈദായിട്ട് എന്താ പരിപാടി? ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഓക്കെ മോനു, ഈദായിട്ട് എന്താണ് പ്ലാൻ? അത്രയ്ക്ക് പണിയൊന്നും ഇല്ലായിരുന്നു. നമ്മള് വീട്ടില് മട്ടൻ ബിരിയാണി, ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കി അത് കഴിച്ചു. ഇങ്ങനെ കൊതിപ്പിക്കരുത് കേട്ടോ. ഇനി അതിന്റെ അയ്യോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒന്നും ഇല്ലാന്ന് പറയുന്നത്. മട്ടൻ ബിരിയാണി, ഫ്രൂട്ട് സലാഡ്, ഇനി എന്താ വേണ്ടേ? അടിപൊളി. കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചു. അപ്പൊ ഇനിയിപ്പോ പുറത്തേക്ക് എവിടെ പോകുന്നുണ്ടോ മോൻ? ആണോ, ഇന്ന് പോകുന്നുണ്ടല്ലേ? പോകുന്നുണ്ട്. ഓ ശരി ശരി. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടാവും അല്ലേ? എങ്ങനെയാ, റിലേറ്റീവ്സോ? ഫ്രണ്ട്സിന് വിഷസ് ഒക്കെ അയച്ചിട്ടുണ്ട് അല്ലേ? അല്ല, കൂടെ വരുന്നത് ആരാണ്? അച്ഛനും അമ്മയാണോ? ഓക്കെ മോനെ, ഓക്കെ. അപ്പൊ അടിച്ച് പൊളിക്കണം കേട്ടോ പോയിട്ട്. അപ്പൊ അത് നമുക്ക് ചെറിയൊരു ഗെയിം നോക്കിയാലോ? സ്ക്രീനിൽ നോക്കിക്കോ കേട്ടോ. ആ വരുന്ന ഇമേജ് ആരാന്ന് കണ്ടുപിടിക്കാനായിട്ട് ആരാ ഹെൽപ്പ് ചെയ്യാ? ഇത് മനസ്സിലാകും. ഇത്തിരി സംഭവം ഫോട്ടോ ആണെങ്കിലും മനസ്സിലാവും. കുറച്ച് വളരെ പഴയ ഫോട്ടോ ആണ്. അതെ, ഫോട്ടോ വന്നോ മോൻ ടിവിയില്? ഇപ്പൊ വരുവേ. ഇതാരാണെന്ന് പറഞ്ഞാ മതി. ഇതാരാണ്? ആരാണ് നീ? കോമഡി ഒക്കെ ചെയ്യുന്ന ഒരാളാ. ഒരുപാട് കോമഡി ചെയ്യുന്ന എന്ന് മാത്രം പറയാൻ പറ്റില്ല, സീരിയസ് ആയിട്ടുള്ള റോൾസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കരഞ്ഞു. മോൻ ഒരുപാട് കോമഡി സീക്വൻസ് കണ്ട് ചിരിച്ചിട്ടുണ്ടാവും ഈ നടന്റെ. അതെ, പക്ഷെ രണ്ട് വീട്ടിൽ കരയിക്കാനുള്ള കഴിവും കൂടെ അതാണ്. നല്ല ചായ ഉണ്ടല്ലോ, കാണുമ്പോ മനസ്സിലാവേണ്ടതാണല്ലോ. മൂവി കാണാറില്ല മോൻ? മോന് പേരറിയോന്ന് അറിയില്ല. അച്ഛനും അമ്മയും ആരാ ഹെൽപ്പ് ചെയ്യാനുണ്ട്? ഒന്ന് ഹെൽപ്പ് ചോദിച്ചേ, അച്ഛനോടും അമ്മയോട് ചോദിച്ചേ. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച നടനാണ്, അതാ കോമഡിയാണ് മെയിൻ കോമഡിയാണ്, പക്ഷെ ക്യാരക്ടർ റോളും ചെയ്യും. അതെ, ഇപ്പൊ അങ്ങനെ നായക നടനായിട്ടും ചെയ്യും. അതാണ് സുരാജ് വെഞ്ഞാറമൂടാണ്. ആരാ പറഞ്ഞേ? കാണുമ്പോ അല്ലേ? അപ്പൊ ഗുഡ് ആക്കി കേട്ടോ. ആണോ മോനോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടാണോ? അപ്പോ ഇഷ്ടാണല്ലേ? ഞാൻ കൊച്ചിന്റെ പേരറിയോന്ന് ആലോചിക്കായിരുന്നു. അപ്പൊ സുരാജ് വെഞ്ഞാറമൂട് ഫുള്ളായിട്ട് പറഞ്ഞു. ഗംഭീര കേട്ടോ. അപ്പൊ റാസമ്മക്ക് പോയിട്ട് നാളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരണേ. ഓക്കെ, ബൈ മോനു. മറന്നോണ്ട് വിളിക്കണം കേട്ടോ. ബൈ.
എല്ലാവരും ട്രാവൽ ചെയ്യേണ്ട ഒരു മൂഡ് ഭയങ്കരല്ലേ, നമ്മൾ എവിടെയും പോകണമെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നമ്മളത് ചിന്തിക്കും. ഹലോ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഈദ് മുബാറക്. ഈദ് മുബാറക്. അതുല്യാണ്. അതുല്യ, ഞാൻ ഈ സൗണ്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതുല്യ, അതിൽ കുറെ വിളിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങനെ നിങ്ങള് കിട്ടാറില്ലല്ലോ, നിങ്ങൾ എപ്പോഴും ഭയങ്കര ബിസി. ഓ, ഞാൻ പിന്നെ പറയുന്നേട്ടതൊന്നും എല്ലാ ദിവസവും വിളിച്ചു നോക്കുന്ന ആളാണെന്ന്. വല്ലപ്പോഴും വിളിക്കും, അപ്പൊ ബിസി കാണിക്കും അല്ലെ? എത്രയല്ലേ ഉള്ളൂ? എപ്പോഴും വിളിച്ചു നോക്കുമ്പോഴൊക്കെ ബിസിയാ, പിന്നെ കാത്തു വെക്കും. ഒരു ട്രൈ ബിസി വെക്കുക, അങ്ങനെ ചെയ്യരുത്, വിളിച്ചോണ്ടേ ഇരിക്കണം, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പറ്റും. ട്രൈ ചെയ്യാം. എന്താ പരിപാടി ഇതായിട്ട്? ഒന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫ്രണ്ടിന്റെ അടുത്തൊന്നും ബീഫ് ബിരിയാണി വന്നു, പായസം കിട്ടി, അത് കഴിച്ചിട്ട് ഇത് ആഘോഷിച്ചിരിക്കുകയാണ് അല്ലേ? ഫ്രണ്ട് ഇങ്ങനെ നമുക്ക് വേണ്ടി കുക്ക് ചെയ്തു അല്ലേ? ഫ്രണ്ട് അവരുണ്ടോ വീട്ടില്? ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്. ഇല്ല, വീട്ടിലില്ല, എത്തി. ശരി ശരി ശരി, ഓക്കെ. അങ്ങനെ എവിടെയെങ്കിലൊക്കെ ഔട്ടിംഗ് പ്ലാൻ ഉണ്ടോ? പോകുന്നുണ്ട്, വെളിയിൽ പോകുന്നുണ്ട് വൈകുന്നേരം. ഇപ്പൊ ഇന്നൊക്കെ പുറത്തിറങ്ങി എല്ലാവരും പുറത്തുണ്ടാവും. ശരിയാണ്, ഇന്നെല്ലാവരും മിക്കവാറും പുറത്തുണ്ടാവും. അപ്പൊ ഫുൾ ഫാമിലി മൊത്തം കറങ്ങുവാണോ, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് വരുന്നുണ്ടോ? അങ്ങനെയാണ്? അങ്ങനൊന്നും ഇല്ല. അപ്പൊ എന്താ വിചാരിക്കുന്നത് അതുപോലെ അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പൊ ചിന്തിക്കുന്നു നന്നായി, അതാണ് നല്ലത്. പ്ലാൻ ചെയ്ത് ഇറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലോ പ്രശ്നങ്ങളുണ്ടാവും. പ്ലാൻ ചെയ്ത് ജസ്റ്റ് ഒരൊറ്റ ഇറക്കലങ്ങ് ഇറങ്ങും അല്ലേ? അതാണ്, അത് നല്ലതാണ്. അപ്പൊ എന്തായാലും ലഞ്ചൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ചൈൽഡ്ഹുഡ് ഫോട്ടോ ഐഡന്റിഫൈ ചെയ്യാം. ഇതുവരെയുള്ള എല്ലാരെയും കിട്ടിയായിരുന്നു, ഇനി എനിക്കറിയില്ല. എല്ലാവരെയും കിട്ടിയായിരുന്നോ? കിട്ടും. അയ്യടാ, ഇത് കിട്ടും. നല്ല ക്യൂട്ടായിട്ട്, എന്തൊരു ക്യൂട്ടാ, ബബ്ലി അല്ലേ? കവളൊക്കെ നോക്ക്, കണ്ണ് വെച്ചു കൊച്ചിന്. കൊച്ചുവിനെ വലുതായോണ്ട് കുഴപ്പമില്ല. ഓക്കെ. ചൈൽഡ്ഹുഡില് ഞാൻ വേറൊരു ഫോട്ടോ എടുത്തിടാൻ വിചാരിച്ചു, പക്ഷെ എന്റെ കയ്യിലില്ല. ഗോകുൽ സുരേഷ് കവി അല്ലേ? പെട്ടെന്ന് മനസ്സിലായല്ലേ? ഇപ്പോഴും ഫേസിൽ ആ കുട്ടി തോണ്ട്, അതുകൊണ്ടാണ്. ആ ക്യൂട്ട്നെസ് ഇപ്പോഴും ഉണ്ട് ഫേസിൽ. ആ ഫോട്ടോ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? സുന്ദരിയാണല്ലോ അച്ഛനും അമ്മയും. പുതിയ വീഡിയോ കണ്ടിരുന്നോ അമ്മയുടെ ബർത്ത്ഡേക്ക്? പിന്നെ സരിതന്റെ വീഡിയോ ചെറിയ കൊച്ച്. വേണമെങ്കിൽ ഒന്നുകൂടെ കെട്ടിച്ചുവിടാൻ തോന്നുന്നു അല്ലേ? അത്രേ ഉള്ളൂ. സൂപ്പർ ആയിട്ടുണ്ട്, സുന്ദരിയാ. ഓക്കെ. അപ്പൊ എന്തായാലും പെട്ടെന്ന് കണ്ടുപിടിച്ചൊരു ക്ലൂ വേണ്ടി വന്നില്ല. അതാണ്. ഓക്കെ. അതുമില്ല, അപ്പൊ നമുക്ക് പാടിയാലോ? അതിലൊരു പാട്ട് പാടുവോ? പാട്ട് വേണോ? ആ, പിന്നെന്താ വേണോന്നോ? എന്റെ പൊന്നോ, അങ്ങനെ ചോദിക്കരുത്. മതി, കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതാണ്. എന്ത് പാട്ടാ പാടുന്നത്? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള പാട്ട്. ക്രിസ്മസിന്റെ അതാണ്, എന്തും ഏത് സൈസ് നമ്മൾ എടുക്കും. ഓക്കെ. എന്റെ കൽബിലെ നിന്നിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ല മുട്ടിലൂറും അത്തറന്നു വേണ്ടേ മതി. അയ്യോടാ, എന്റെ കുട്ടി അറിയാത്തെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പാട്ട് എടുത്തല്ലേ? കുഴപ്പമില്ല. അപ്പൊ എന്ത് ബിസി കണ്ടാലും നമ്മൾ വിളിക്കണം, ട്രൈ ചെയ്യണം. നമുക്ക് ഇതുപോലെ പാട്ട് പാടിത്തരണം. സൂപ്പറായിട്ട് പാടി. കാണുമ്പോഴേ ഞാൻ വിളിച്ചു പോകുന്നതാണ്. അതാണ് എല്ലാരും പറയാറുണ്ട്. ഇങ്ങനൊന്നും പറയല്ലേ, ബാക്കി ഷോ കൂടെ ചെയ്യട്ടെ. അയ്യോടാ, ഒരുപാട് സന്തോഷം. കേൾക്കുമ്പോ അല്ലേ നമുക്ക് അല്ലേ? ഇതാണ് നമ്മുടെ എനർജി കേട്ടോ. വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, ബൈ. ഇന്നലെ ആരോ പറഞ്ഞിരുന്നു റിറ്റിനെ കണ്ടപ്പോ വിളിക്കാൻ തോന്നുന്നല്ലേ? ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആൻഡ്രിയ മോളാണോ? അല്ലല്ലോ. അല്ലല്ലോ, ഹംനക്കുട്ടിയാണല്ലേ? ഹംനക്കുട്ടി. ഹംന എവിടെയായിരുന്നു ഇത്? ദുബായിൽ നിന്നാ വിളിക്കുന്നല്ലേ? കൊറേ ദിവസമായോ ഹംന വിളിച്ചിട്ട്? ആ, അതെന്താ?
ബിസി ആയിരുന്നോ? അല്ല, സ്കൂൾ ഇപ്പോഴാണ് അടച്ചതല്ലേ? ഇപ്പോഴാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലേ? ഓക്കെ. അപ്പൊ അമ്നമോൾക്ക് ഈദ് മുബാറക്ക് കേട്ടോ. നമ്മൾ രണ്ടുപേരുടെയും ഈദ് മുബാറക്ക്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ പ്ലാൻ എന്താ? ഫുഡൊക്കെ കഴിച്ചോ? എന്താ സ്പെഷ്യൽ ഫുഡ്? ബിരിയാണി കഴിച്ചോ? എന്നിട്ട് അമ്മ ഉണ്ടാക്കിയോ? ചിക്കൻ ബിരിയാണി ആണോ? കൊറേ കഴിച്ചോ? ഫിഷ് ബിരിയാണി. ഓക്കെ. ഇത് കൊറേ കഴിച്ചല്ലോ അല്ലേ? വയറ് നിറച്ച് കഴിച്ചല്ലോ. ഓക്കെ. അമ്മ ഏത് ഗ്രേഡിലാണ് പഠിക്കുന്ന മോള്? ഗ്രേഡ് 1 ആണല്ലേ? ശരി, ഗ്രേഡ് 1 ഇല്ല. നാട്ടിൽ പോവോ വെക്കേഷന്? ഇല്ല. ഓ ശരി, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്നും വിളിക്കണം കേട്ടോ. ഇനി വെക്കേഷൻ അല്ലേ? അപ്പൊ ഫ്രീ ഉണ്ടല്ലോ, വിളിക്കണം കേട്ടോ. എല്ലാ ദിവസവും അമ്നക്കുട്ടിയുടെ വിശേഷം അറിയണം. അമ്നക്കുട്ടി ഫുഡ് കഴിച്ചോ, എന്തെടുക്കുവാണ്, എന്തൊക്കെ വികൃതി കളിച്ചു, ഇതൊക്കെ അറിയണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഷെയർ ചെയ്യണം നമ്മളോട്. അപ്പൊ എന്നും വിളിക്കണം മോള് കേട്ടോ. അപ്പൊ ചെറിയ കുഞ്ഞു ക്വസ്റ്റ്യൻ തരട്ടെ മോൾക്ക്? ഒരു മോൾക്ക് കുഞ്ഞു ക്വസ്റ്റ്യൻ തരട്ടെ? ഓക്കെ. അപ്പൊ മോളെ അമ്മ ഹെൽപ്പ് ചെയ്യും. നമുക്ക് സ്ക്രീനിൽ നോക്കാം കേട്ടോ. അത് ആരാന്ന് കണ്ടുപിടിക്കാം. ഓക്കെ ഓക്കെ. ഇതാരാന്ന് എന്തായാലും മനസ്സിലാവും. നോക്കണോ? ഓക്കെ. വന്നോ? വരട്ടെ. ഇപ്പൊ വരും. മോളുടെ ടിവിയുടെ സ്ക്രീനിൽ വരും കേട്ടോ. ഇത്രയും കാണിച്ചില്ല. ഏറ്റവും ഈസി തോന്നുന്നു എനിക്ക്. വന്നില്ലേ? ഡൗട്ടും ഇല്ലാത്ത. വന്നോ? ഇതാരാ? ഇത് ഏത് നടനാണ്? ഇന്ദ്രജിത്താണോ? കറക്റ്റ് ആട്ടോ. പെട്ടെന്ന് പറഞ്ഞു. മോള് കണ്ടിട്ടുണ്ടോ മൂവി? ഇന്ദ്രജിത്തിന്റെ മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലേ? ഇന്ദ്രജിത്ത് ആരെന്ന് മനസ്സിലാത്ത കുഴപ്പമുള്ളായിരിക്കും ചിലപ്പോ അല്ലേ? ഈ ചേട്ടനാണ് ഇന്ദ്രജിത്ത്. ഓക്കെ ഓക്കെ. അപ്പൊ നോക്കട്ടെ, അമ്നക്കുട്ടി ഒരു പാട്ട് പാട്ടെ, ഞങ്ങള് കേക്കാലോ. ഇഷ്ടമുള്ള മോക്ക് അറിയുന്ന ഒരു പാട്ട് പാടിക്കോ. സ്കൂളിൽ പഠിച്ച പാട്ടായാലും മതി. ഹലോ ഹലോ. ഇത് ആരീ പാട്ട് പഠിപ്പിച്ചെന്നേ? ഉമ്മ എന്നെ പഠിപ്പിച്ചാണോ? ഉമ്മയാണ് പഠിപ്പിച്ചതല്ലേ? ഉമ്മയെപ്പറ്റിയുള്ള പാട്ടല്ലേ? ഓക്കെ. അപ്പൊ ഉമ്മ ഇഷ്ടാണോ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഉമ്മയൊക്കെ പറഞ്ഞ കേട്ട് നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഓക്കെ. ഉമ്മയടുത്ത് ഓർമ്മിപ്പിക്കാൻ പറയണം നാളെ വിളിക്കാനായിട്ട് കേട്ടോ. ഓക്കെ മോളു, ബൈ. താങ്ക് യു അമ്നക്കുട്ടി. ബൈ. ഓക്കെ, ബൈ മോളു. ഓക്കെ. മോള് പറഞ്ഞു തന്നു, നടനാണെന്ന് പറഞ്ഞു തന്നു, പാട്ട് പാടി തന്നു അല്ലേ? പാട്ടൊക്കെ ചോദിക്കുന്നതിന് റെഡി ആയിരുന്നു അവിടെ. ഹലോ ഹലോ ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഇത് ആരാണ്? എന്റെ പേര് ഷഫീർ അബുദാബി. ഷഫീർ ഫസ്റ്റ് ആണോ വിളിക്കുന്നത്? ആദ്യമായിട്ട് വിളിക്കാണല്ലേ? ഫസ്റ്റ് ടൈം വിളിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം ഷഫീർ. എന്താണ് ആഘോഷം? ഇന്നത്തെ ആഘോഷം എന്തൊക്കെയാണ്? ഈദിന്റെ ആഘോഷങ്ങള്? ആഘോഷത്തെ കുറിച്ച് പറയാതിരിക്കുന്നുള്ളൂ. ഭക്ഷണം കഴിച്ചു. നിങ്ങളുടെ പരിപാടി കാണാൻ വേണ്ടി എല്ലാവരും ഹാളിൽ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആണല്ലേ? ഓക്കെ, സന്തോഷം. എല്ലാവരും ആരൊക്കെ ഉണ്ട്? ഞങ്ങള് 10-12 പേരുണ്ട്. അടിപൊളി. എല്ലാരും പേരെന്ന് പറഞ്ഞു. പിന്നെന്താ? ഷുവറായിട്ട് പറഞ്ഞോളൂ. ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. സിദ്ദീഖ്, നൗഷാദ്, നബീല്, സമീർ, ബഷീർ, ഞങ്ങളെല്ലാവരും നേതാവായിട്ടുള്ള ഒരാളുണ്ട്. ബിയാർ സാഹിബ്. ഓക്കെ. അതെ അതെ. അങ്ങനെ അഫ്സല്, പിന്നെ കാക്കൂന്ന് വിളിക്കുന്ന ഫൈസല്, ആസാദ്, നൗഷാദ്, പിന്നെ തങ്ങൾ. ഞങ്ങളുടെ പുതിയ മെമ്പർ അതുണ്ട്, തങ്ങൾ. അങ്ങനെ എല്ലാവർക്കും കൂടി പെരുന്നാളിൽ ഞങ്ങൾക്ക് ഒരു സോങ് ആലപിക്കണം നല്ല ആഗ്രഹമുണ്ട്. ഓ തീർച്ചയായും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ഈദ് മുബാറക്ക് നമ്മൾ ആശംസിക്കുന്നു. എല്ലാവർക്കും പറയണേ. പാട്ട് പാടാനുള്ള നിങ്ങൾ പാടിക്കോളൂ തീർച്ചയായിട്ടും പാടിക്കോളൂ. പാടിയിട്ട് നമുക്ക് മതി ഗെയിമൊക്കെ.
പാടിയിട്ട് മതി. ഓക്കെ, പാടിക്കോളൂ. അതെ അതെ അതെ. പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ പ്രത്യേക ഒരു കൂട്ടുകാരുണ്ട്, സൽമാൻ. സൽമാൻ പേര് വിട്ടുപോയതാണ്. അപ്പൊ സൽമാനും നമ്മുടെ ഈദ് മുബാറക്. അപ്പൊ എല്ലാരും കൂടിയിട്ട് പാടിക്കോളൂ. ഓക്കെ ഓക്കെ, എല്ലാവരും പാട്ട് പാടാൻ പറ്റുന്നു. റെഡി 1 2 3 തുടങ്ങിക്കോ. ആയിരം നമിക്കും മദീന ആശയജോതിത്തിൻ പൊന്നേഹം സമാധാനയുടെ ചോട്ടി സാഹയ തേടി നേടിയോടില്ല. താങ്ക് യു. ഓ, ഭയങ്കരമായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി കേട്ടോ. എന്തായാലും ആ സോങ് ഒക്കെ ചൂസ് ചെയ്ത് എല്ലാരും കൂടെ പാടി, അപ്പൊ കേൾക്കുമ്പോ നല്ലൊരു ഭയങ്കര സന്തോഷം. അപ്പൊ എന്നും വിളിച്ചോളൂ, നമുക്ക് ഓരോ ആളായിട്ട് സംസാരിക്കാം. തീർച്ചയായും നിങ്ങളുടെ പ്രോഗ്രാം ഞാൻ ഡെയിലി കാണാറുണ്ട്. നല്ലൊരു കോമ്പറ്റീഷൻ ആണ് നിങ്ങൾ രണ്ടുപേരും, നല്ല പേരാണ്. ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ എന്നും വിളിക്കണേ, എന്നും സംസാരിക്കാം. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ചെറിയ ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എല്ലാരും കൂടെ പെട്ടെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആരാന്ന് കണ്ടുപിടിച്ചാൽ മതി. വന്നോ അവിടെ ഇമേജ് വന്നോ? ടി വി വേണമെങ്കിൽ മ്യൂട്ട് ചെയ്തോ, കണ്ടാ മതിയല്ലോ. ഇമേജ് എത്തിക്കാണും. എത്തിയല്ലേ ഇമേജ് വന്നല്ലോ, ടിവിയിൽ വന്നല്ലോ. ഓക്കെ, ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ടിവിയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്തോ, ഇത് ആരാന്ന് കണ്ടുപിടിച്ചാൽ മതി. അമ്മേ വേഗം പറഞ്ഞല്ലോ. ആരാണ് പറഞ്ഞത്? ഒറ്റക്ക് പറഞ്ഞു തന്നെയാണോ? സിദ്ദിഖ് പറഞ്ഞു. ഓക്കെ, സിദ്ദിഖ് അപ്പോ സിനിമയെ കുറിച്ചൊക്കെ കാണുന്ന ആളാണല്ലേ? അതൊരു ക്ലൂവും വേണ്ടിയൊന്നുമില്ല, വേഗം ആൻസർ ചെയ്തു പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ ഈദ് മുബാറക്. എല്ലാവർക്കും വിളിക്കണം അടുത്ത ദിവസം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് സംസാരിക്കാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ 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 ബൈ. ഗ്രൂപ്പായിട്ട് 12 പേരല്ലേ റൂമിൽ ഇരുന്ന് ടി വി ആണ്. അപ്പൊ ഒരു ഫീല് നോക്കിയാ ശരിക്കും. ഹലോ Hello, my name is Andrea. ആൻഡ്രിയ കുട്ടീനെ കുറെ നേരം ഇവിടെ ഒരാൾ അന്വേഷിക്കുന്നു. അതാണ്, ഓരോ കുട്ടികളുടെ കോള് വരുമ്പോഴും ഇത് ആൻഡ്രിയ ആണെന്ന് 1-2 പ്രാവശ്യം വായിൽ വന്നു കേട്ടോ. അതെ, ആൻഡ്രിയാണോ ചോദിക്കുന്നുണ്ടായി. മോളെന്ന് പറ്റി ലേറ്റ് ചെയ്ത് വിളിക്കാൻ? ഭക്ഷണം കഴിച്ചോ? അതല്ല, ഞാൻ കുറച്ച് മുൻപ് ഞാൻ അവിടെ ലാപ്ടോപ്പ് ഒക്കെ നോക്കിയിരുന്നു. അപ്പൊ ഞാൻ വേറെ റൂമിലായിരുന്നു, പിന്നെ ടിവിയില് വേറെ. ഷോളത് മറന്നുപോയാ മോള്? അങ്ങനെ മറക്കരുത്, എന്നും ഓർത്ത് വെക്കണം കേട്ടോ. ഓടി വന്ന് വിളിച്ചതാണല്ലേ? ഓക്കെ പൊന്നുമോളു, കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് പോയി കഴിക്കാം കേട്ടോ. അപ്പൊ എന്താ സ്പെഷ്യല് ഇന്നത്തെ ഈദ് മുബാറക്കിന്? ഈദിനെന്താ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി ഇല്ല, ചിക്കനാണ്. ചിക്കനും ചോറും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് വയറ് നിറച്ച് കഴിക്കണം കേട്ടോ. ഓ, താങ്ക് യു മോളു, താങ്ക് യു. അപ്പൊ നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ തരട്ടെ മോൾക്ക്? ഓക്കെ, ഇപ്പൊ ടി വി തന്നെ നോക്കണേ. ഇതാരാണ്? മോക്ക് അറിയായിരിക്കാം. ഇതാരാന്ന് പറയണം. മോക്ക് ഇഷ്ടമുള്ള ആളായിരിക്കും. മോക്ക് ഇഷ്ടമുള്ളൊരു നടനായിരിക്കും. അതെ, മോക്ക് ആരും ഇഷ്ടം മലയാളത്തില്? കുഞ്ചാക്കോവൻ കഴിഞ്ഞു പോയല്ലോ മോളു. തീർന്നു. ഇത് കുഞ്ചാക്കോവൻ. അജു വർഗീസ് അല്ല. ഹീറോ ആയിട്ടൊക്കെ ഉള്ള ഒരു നടനാ. എല്ലാവർക്കും കുറെ പേർക്ക് ഇഷ്ടമുള്ള നല്ല ഗ്ലാമർ ബോയ് ആണ്. സ്റ്റൈലാണ് ഭയങ്കര. ഡ്രസ്സിംഗ് ആണെങ്കിലും ഒക്കെ സ്റ്റൈലാണ്. ഒരു വലിയ മലയാളത്തിലെ ഒരു വലിയ നടന്റെ മകനാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ദുൽഖർ സൽമാൻ. ഞാൻ മോക്ക് ഇഷ്ടം ആരാന്ന് ചോദിക്കുമ്പോ ദുൽഖർ എന്ന് പറയുന്നത്. ദുൽഖറാണ്. ഇഷ്ടല്ലേ മോൾക്ക് ദുൽഖർ സൽമാനെ?
ഇഷ്ടാ പക്ഷെ ഫേവറേറ്റ് കുഞ്ചാക്ക ബോബൻ അല്ലേ? ഓക്കെ ഓക്കെ. ആൻഡ്രിയ കുട്ടി ഇത് പാടുന്നോ? പിന്നെന്താ പാടാതല്ലേ? ഓക്കെ മോള് പാടിക്കോളൂ. നെടുകിൽ തൊട്ടുകളുടെ കഥകൾ പാടിയുറക്കാൻ പുതുകനവാൾ മഷിയെഴുതി ആദ്യം ചിറകുകളിൽ കിലുക്കിലുങ്ങും തരികളെ ചുണ്ടിൽ പൊന്നും തീരും തന്നു മമ്മൂട്ടി പിച്ച പിച്ച വെക്കാൻ കൂടെ വന്നു കണ്ണീട്ടി ടുന്നതാരേ വരുമോ ചാരേ മുന്നച്ചൻ വരുമോ ചാരേ മുന്നച്ചൻ. കേട്ടോ മോളു, സൂപ്പർ ആണല്ലോ അല്ലേ? എന്താ പറയാനുള്ളതല്ലേ? മോള് അടിപൊളിയാണല്ലോ അല്ലേ? ഓക്കെ മോളു, അപ്പൊ ഈദ് മുബാറക് ഈദ് അടിച്ച് പൊളിച്ചിട്ട് എവിടെ പുറത്തെവിടെ പോകുന്നുണ്ടോ ഇന്ന് ഇതിനെ? ഇല്ല, അത് ശരിയാണ്, കുഴപ്പമില്ല. അപ്പൊ വീടിനകത്തിരുന്ന് അടിച്ചു പൊളിക്കൂ. നമുക്ക് നാളെ സംസാരിക്കാം. ഓക്കെ മോളു? ഓക്കെ, അപ്പൊ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഓക്കെ, ബൈ മോളു. ശരി. ചെറുതായിട്ട് വിശക്കുന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും എല്ലാരും ലഞ്ചൊക്കെ കഴിക്കുന്ന സമയം ചിലപ്പോൾ ഓൾമോസ്റ്റ് കഴിച്ചിട്ടുണ്ടാവും. സമയം അതെ 2:30 ആയല്ലോ, കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ വീക്കെൻഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി ഡിലേ ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമാണ്. പിന്നെന്താ നോക്കാലോ, ഇന്നത്തെ വിന്നേഴ്സ് ആരൊക്കെയാന്ന് നോക്കാം. സുഹൈൽ, ഷഫീർ, അമീർ ഷാ, മൂന്നുപേരും എനിക്ക് പുതിയ ആൾക്കാരാവും അല്ലേ? അതെ. അപ്പൊ എന്തായാലും കുറെ പുതിയ ആൾക്കാരോടും സംസാരിക്കാൻ പറ്റി. കൺഗ്രാറ്റ്സ്. വിന്നേഴ്സ് ചെയ്യേണ്ടത് താഴെ കാണുന്ന മെയിൽ ഐ ഡി ഒന്ന് നോട്ട് ചെയ്യുക. theLady10tv.ua.ae. ആ ഐഡിയിലേക്ക് കിട്ടിയ ഗിഫ്റ്റ് ഏതാന്നുള്ളതും നിങ്ങളുടെ വിന്നിംഗ് ഡേറ്റ്, ഇന്നത്തെ ഡേറ്റ് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഏത് എമിറേറ്റിലാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യം, 3 കാര്യങ്ങൾ വെച്ച് മെയിൽ അയച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗിഫ്റ്റ് നമ്മൾ മെയിൽ ത്രൂ തന്നെ തിരിച്ചയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചെറിയ ഷോ നമ്മളിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വലിയൊരു ഈദ് മുബാറക് ആശംസകൊണ്ട് വിളിച്ച് കിട്ടാത്ത എല്ലാവർക്കും സ്പെഷ്യൽ വിഷസ് കേട്ടോ. നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും പുതിയ ഗെയിം ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.